أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. اللهم صل وسلم وبارك عليه. ഫസ്ലുൻ ഫി ആദാബി ദാഖിലിൽ ഖലാഇ. ഖലാഇൽ പ്രവേശിക്കുന്നവൻ ശ്രദ്ധിക്കേണ്ട മര്യാദകൾ. ആദാബ് എന്ന് പറഞ്ഞ മര്യാദകൾ, ദാഖിൽ എന്ന് പറഞ്ഞ ദാഖിലുൻ എന്ന പ്രവേശിക്കുന്നവൻ, അൽ ഖലാഇ ഖലാഇൽ പ്രവേശിക്കുന്നവൻ പാലിക്കേണ്ട മര്യാദകൾ. ആ വിഷയത്തിലാണ് പറയുന്ന വിഷയങ്ങളാണ് പറയുന്നത്. ഞാൻ ഗ്രൂപ്പിൽ ഒരു PDF അയച്ചിരുന്നു. എല്ലാവരും അത് വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയോ? ഒരാൾ മാത്രമേ പറയുന്നുള്ളൂ. ഹഫീസ് വായിച്ചു നോക്കിയോ? ഓക്കെ, നമുക്കൊന്ന് വായിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ചെറിയൊരു കിതാബാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കൂടുതൽ വിശദീകരണങ്ങൾ നമ്മൾ നോട്ടൊക്കെ ആക്കിയിട്ട് തരും. അത് നിങ്ങൾ വായിക്കണം, നോട്ട് ചെയ്യണം, അതുപോലെ പ്രവർത്തിക്കണം. നോക്ക്, നിങ്ങൾ വായിക്കാം. യുഖദ്ദിമു ദാഖിലുൽ ഖലാഇ യസാറഹു. യുഖദ്ദിമു മുന്തിക്കണം. യുഖദ്ദിമു മുന്തിക്കണം. ദാഖിലുൽ ഖലാഇ ഖലാഇൽ പ്രവേശിക്കുന്നവൻ. ഒഴിഞ്ഞിരിക്കുന്ന സ്ഥലം, സാധാരണ ആളുകളൊക്കെ ഒഴിഞ്ഞ സ്ഥലത്താണ് നമ്മൾ നമ്മുടെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോവുക. അപ്പം അതുകൊണ്ടാണ് ഖലാ കാലിയായത്, ഒഴിഞ്ഞത് എന്നൊക്കെ അർത്ഥം. ആരും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നവൻ മുന്തിക്കണം. യസാറഹു അവൻ്റെ ഇടത്തെ കാലിനെ മുന്തിക്കണം. അവൻ്റെ ഇടത്തെ കാലിനെ മുന്തിക്കണം. വഇദാ ഖറജ അവൻ പുറത്തു വരികയാണെങ്കിൽ യുഖദ്ദിമു യമീനഹു അവൻ്റെ വലത്തെ കാലിനെ മുന്തിക്കണം. അപ്പോൾ പ്രവേശിക്കുന്ന സമയത്ത് ഇടത്തേതിനെയും പുറത്തു വരുന്ന സമയത്ത് വലത്തേതിനെയും മുന്തിക്കണം. ഇത് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇത് സുന്നത്താണ് എന്ന് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞ വിഷയമാണ്. ഒരു നിയമമുണ്ട്, ആദരിക്കപ്പെടുന്ന വിഷയങ്ങളിൽ നമ്മൾ വലത്തേതിനെ മുന്തിക്കണം. ഉദാഹരണം, ഭക്ഷണം കഴിക്കുക, അത് വലത് കൈ കൊണ്ട് കഴിക്കണം. ഉളൂ ചെയ്യുമ്പോൾ വലത് കൈ അല്ലെങ്കിൽ വലത് കാൽ നമ്മൾ ആദ്യം കഴുകണം. അതുപോലെ എഴുതുന്ന സമയത്ത്, നമ്മൾ ഒരാൾക്ക് വല്ലതും കൊടുക്കുന്ന സമയത്ത്, ഒരാളിൽ നിന്നും വല്ലതും വാങ്ങുന്ന സമയത്ത്, അതൊക്കെ നമ്മൾ വലത്തെ കൈ കൊണ്ട് കൊടുക്കണം, വലത് കൈ കൊണ്ട് വാങ്ങണം, വലത് കൈ കൊണ്ട് എടുക്കണം. എന്നാൽ ഒരു ബഹുമാനമൊന്നുമില്ലാത്ത ചില പ്രത്യേക സാഹചര്യങ്ങൾ, ഉദാഹരണം ബാത്റൂമിലേക്ക് പോവുക, മൂക്ക് പിഴിയുക, വിസർജനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൃത്തിയാക്കുക, ബാത്റൂമിൽ നിന്ന് പുറത്ത്
അകത്തേക്ക് ബാത്റൂം എന്ന് പറഞ്ഞാൽ അവിടേക്ക് പ്രവേശിക്കുക, ഇത്തരം സന്ദർഭങ്ങളിൽ ഇടത്തേതിനെയും മുന്തിക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇപ്പോൾ പറഞ്ഞത്. ബഹുമാനം, ആദരവ് നൽകപ്പെടുന്ന, കണക്കാക്കപ്പെടുന്ന വിഷയങ്ങളിൽ വലതുഭാഗം നമ്മൾ മുന്തിക്കണം. ബഹുമാനമില്ലാത്ത ചില വിഷയങ്ങൾ, ഉദാഹരണം ഞാൻ പറഞ്ഞ പോലെ ബാത്റൂം പോവുക, വൃത്തിയാക്കുക, മൂക്ക് പിഴിയുക, മൂക്കിലെ അഴുക്കുകൾ നീക്കം ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇടത്തേതിനെ മുന്തിക്കണം. അപ്പൊ യുഖദ്ദിമു എന്ന് പറഞ്ഞാൽ മുന്തിക്കുക. യുഖദ്ദിമു ദാഖിലുൽ ഖലാഇ യസാറഹു വഇദാ ഖറജ യുഖദ്ദിമു യമീനഹു. എഴുതിയോ? കുഴപ്പമില്ലല്ലോ, പ്രശ്നമില്ലല്ലോ. ആ വരി പ്രശ്നം ഉണ്ടോ? വേം പറയും. എന്താ കേൾക്കുന്നില്ലേ? ആരൊന്നും പറയാത്ത? ഹലോ, എന്തൊന്നും പറയാത്ത? ഓക്കെ അല്ലേ? നിങ്ങളൊന്നും പറയാതിരിക്കുമ്പോഴേ ഇവിടെ നമ്മുടെ ആളുകൾ 5 ആയിട്ടല്ലേ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് എവിടെ? ഓക്കെ. ഇനി വലാ യഹ്മിലു, അവൻ ചുമന്നു പോകരുത്, ദിക്റല്ലാഹി, അള്ളാഹുവിൻ്റെ ദിക്റിനെയും, വസ്മ റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിനെയും, വനഹ്വഹു, അതുപോലത്തെ കാര്യങ്ങളെയും, വൽ ഖുർആന, ഖുർആനിനെയും ചുമന്നുകൊണ്ട് പോകരുത്. ബാത്റൂമിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ പേര്, അള്ളാഹുവിനെ ഓർക്കുന്ന ദിക്റുകൾ, അതുപോലെ ഖുർആന്, അമ്പിയാക്കളുടെ, നബിമാരുടെ പേര്, ഇതൊന്നും നമ്മൾ എന്താകാൻ പാടില്ല, ബാത്റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചുവന്നു കൊണ്ടുപോകരുത്. വലാ യഹ്മിലു, അവൻ ചുമക്കരുത്, ദിക്റല്ലാഹി, അള്ളാഹുവിനിക്കുള്ള ദിക്റിനെയും, വസ്മ റസൂലിഹി, റസൂലിൻ്റെ പേര്. അത് റസൂൽ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ആദരിക്കപ്പെടുന്ന മുഴുവൻ പേരും. അത് നബിമാരുടെ പേരാവാം, അതുപോലെ മലക്കുകളുടെ പേരാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നസഅ ഖാത്തമഹു, നബിതങ്ങളുടെ മോതിരം നബിതങ്ങൾ അഴിച്ചു വെക്കും. കാരണം അതിലെന്തുണ്ട്? മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു മഹത്വം കാണിക്കേണ്ട ഒരു പേര്, മുഅല്ലമായ ഒരു പേര് അതിലുണ്ട്. അപ്പോൾ ഒരു പദം, ഉദാഹരണം പറഞ്ഞാൽ അസീസ്, അഹ്മദ്, ഇതൊക്കെ പേര് തന്നെയാണല്ലോ. അത് ചിലപ്പോൾ രണ്ടിനും പറ്റുന്നതാണ്. മുഅല്ലമും ആവാം, ബഹുമാനിക്കപ്പെടുന്നതും ആകാം, ചിലപ്പോൾ ബഹുമാനിക്കപ്പെടാത്തതുമാകാം. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ അതുകൊണ്ട് ബഹുമാനമാണ് ഉദ്ദേശിക്കുന്നത്. ബഹുമാനിക്കപ്പെടുന്ന ഒരു നാമത്തെ നമ്മൾ ബാത്റൂമിലേക്ക് കൊണ്ടുപോകൽ കറാഹത്താണ്. ഇനി ഒന്നുമില്ല, ഒരു മുഅല്ലമായിട്ടൊന്നും നമ്മൾ ഉദ്ദേശിക്കണമെന്നില്ല എന്നാൽ പിന്നെ കറാഹത്തില്ല. അതുപോലെ വൽ ഖുർആന, ഖുർആനിനെയും ചുമക്കരുത്. മുസ്ഹഫിനെ ബാത്റൂമിൽ അനാവശ്യമായി കയറ്റൽ ഹറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുപോലെ അവന്റെ തലയെ അവൻ മറക്കണം, തല മറക്കണം. അവൻ ദൂരെ പോകണം, ജനങ്ങളെ തൊട്ടെന്ത് ചെയ്യണം? ദൂരെ പോകണം. ദൂരത്ത് പോയി മറക്കിയിരിക്കൽ സുന്നത്താണ്. അപ്പോൾ അവൻ അവിടെ നിന്ന് അതിൻ്റെ ശബ്ദമോ അതുപോലെ മറ്റ് സ്മെല്ലോ ഒന്നും എത്താത്ത രൂപത്തിൽ കുറച്ച് ദൂരെ പോകണം.
നബിതങ്ങൾ ഒരു യാത്രയിലായിരുന്നപ്പോൾ നബിതങ്ങൾക്ക് ഇത്തരമൊരു സന്ദർഭം ഉണ്ടായപ്പോൾ നബിതങ്ങൾ കുറച്ച് ദൂരെ പോയി എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നബിതങ്ങൾ നമുക്കൊക്കെ പഠിപ്പിച്ചു തരാൻ കൂടിയാണ്. ആളുകൾ 2-3 ആളുകൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഒരു പ്രയാസം വന്നാൽ അവൻ അവിടെ നിന്നും മാറി കുറച്ച് ദൂരെ പോകൽ സുന്നത്താണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എവിടെ? യെസ്. വയസ്തത്തിറു, അവൻ മറഞ്ഞിരിക്കലും വേണം, മറയിടണം. ഒരു 3 മുഴം ആളുകളിൽ നിന്ന് കണ്ണ് കാണാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു മുഴത്തിൻ്റെ 2/3 ഭാഗം ഒന്നും കൂടി ഇരിക്കുന്ന സമയത്ത് നിലത്ത് ഇരുന്ന് ആ സമയത്ത് നമുക്ക് എന്താ പറ്റില്ലല്ലോ, അങ്ങനെ മറ്റുള്ളവർക്ക് കാണാനോ ഒന്നും കഴിയില്ലല്ലോ. ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ദൂരെ പോകാം. അപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് കാര്യം നിർവഹിക്കാൻ പാടില്ല, അത് വേറെ വിഷയം. അപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ പൊക്കിള് വരെ എന്ത് ചെയ്യണം, മറയുന്ന രൂപത്തിൽ വേണം. അത്യാവശ്യ സന്ദർഭങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് മൂത്രമൊഴിക്കുന്നുണ്ടെന്ന് വെക്കുക. അപ്പോൾ നമ്മൾ എത്ര മറ വേണം? നമ്മുടെ പൊക്കിള് വരെയുള്ള മറ വേണം. അപ്പോൾ ഒരു മേൽക്കൂരക്കുള്ള നമ്മുടെയൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ ബാത്റൂമൊക്കെ കൂര കെട്ടിയിട്ട് മുകളിൽ മറച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ചുമര് ഒരു മറയായിട്ട് പരിഗണിക്കും. 4 ചുമരുകൾ ഒരു മറയായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യും, പരിഗണിക്കും. അവിടെ എന്തുണ്ട്, നമുക്ക് അങ്ങോട്ട് അവിടെ അതിനുള്ളിലുള്ള ആളുകളെ കാണാതെ അവന് പുറത്ത് അവൻ്റെ ഈ ഔറത്തും മറ്റൊന്നും മറ്റുള്ളവർക്ക് കാണാത്ത രൂപത്തിൽ മറിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ മറ വേണം പറഞ്ഞത് വീതി തന്നെ വേണം കേട്ടോ. മറ വേണമെന്ന് നമ്മൾ പറഞ്ഞത് വീതിയിൽ തന്നെ വേണം. അവിടെ ഇപ്പോൾ നമ്മൾ സുന്നത്താണ് മറ എന്ന് പറഞ്ഞത്, ഔറത്ത് കാണല് എന്താ പറയാ, ഹലാലായ ആളുകൾ ഉണ്ടാവുമ്പോഴാണ് മറ സുന്നത്താന്ന് പറഞ്ഞത്. ഹറാമായ ഒരാള് അവിടെ ഉണ്ട്, ഔറത്ത് കാണലും മറ്റൊക്കെ, എങ്കിൽ അവിടെ മറ വെക്കൽ എന്താണ്, നിർബന്ധവുമാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഹഫീസ് സാഹിദ് എഴുതുന്നില്ലേ? നോട്ട് ചെയ്യുന്നില്ലേ? നോട്ട് എനിക്ക് കാണിച്ചു തരണേ, അയച്ചു തരണേ. ഓക്കെ. വലായബൂലു, അവൻ മൂത്രിക്കാൻ പാടില്ല, കാഷ്ടിക്കാനും പാടില്ല കേട്ടോ. ഫിമാഇൻ റാക്കിദിൻ, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ, അതായത് ഒഴുകാത്ത വെള്ളം, അതതിൻ്റെ അർത്ഥം. റാക്കിദായ വെള്ളം എന്ന് പറഞ്ഞാൽ ഒഴുകാത്ത വെള്ളത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തായിട്ടുണ്ട്, അത് നഹ്യ് ചെയ്തിട്ടുണ്ട്. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രിക്കലിനെ നബിതങ്ങൾ എന്തായിട്ടുണ്ട്, വിരോധിച്ചിട്ടുണ്ട്. അത് കുറഞ്ഞതാവട്ടെ കൂടുതലാവട്ടെ, ചിലപ്പോൾ ഒരുപാട് കൂടുതലുണ്ട്, അപ്പൊ കറാഹത്തില്ല. ഒരു വലിയൊരു കെട്ടി നിൽക്കുന്ന വലിയൊരു കുളമാണ്, അപ്പം അതിൽ അങ്ങനെ ചെയ്യൽ കറാഹത്ത് ഇല്ല. ഒഴുകണമൊന്നുമില്ല, വലിയൊരു നല്ല വീതിയിൽ നീളത്തിലൊക്കെ ഉള്ളൊരു കുളമാണ്, അപ്പോൾ കുഴപ്പമില്ല, കറാഹത്തില്ല. അതുപോലെ രാത്രിയിൽ, അത് വേറെ മസലയാണ്, രാത്രിയിൽ ഒഴുകുന്ന വെള്ളമാവട്ടെ കെട്ടി നിൽക്കുന്ന വെള്ളമാവട്ടെ അതിൽ മൂത്രിക്കലും കാഷ്ടിക്കലും കറാഹത്താണ്. അത് ധാരാളം വെള്ളം ഉണ്ടാവട്ടെ ധാരാളം വെള്ളമില്ലായിരിക്കട്ടെ. അതെന്താ, ഈ രാത്രി സമയങ്ങളിൽ ഈ നമ്മുടെ ചെകുത്താനൊക്കെ ഉണ്ട്, ശൈത്താന്മാര്, ജിന്നുകൾ, അവരുടെ ഒരു സങ്കേതമാണ് ഈ വെള്ളം എന്ന് പറഞ്ഞാൽ.
അപ്പം അത് അവരെ ഒരു പ്രയാസപ്പെടുത്തലാണ്. അതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് കാണാം. വഖലീലിൻ ജാരിൻ, കുറഞ്ഞ വെള്ളമാണ്, പക്ഷെ ഒരു ഒഴുകുന്നുണ്ട്, കെട്ടി നിൽക്കുന്ന വെള്ളമൊന്നും അല്ല, കുറഞ്ഞ വെള്ളമാണ്, ഒഴുകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ എന്ത് ചെയ്യരുത്? കുറഞ്ഞ വെള്ളത്തിലും ചെയ്യരുത്. കുറഞ്ഞ വെള്ളമുള്ളൂ, അതിലും അതങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അതുപോലെ ഈ ദ്വാരത്തിൽ മൂത്രമൊഴിക്കുക, അല്ലെങ്കിൽ ഒരു വിള്ളലുണ്ട് അതിൽ മൂത്രമൊഴിക്കുക, അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നബിതങ്ങൾ? അത് കല്ലിൽ മൂത്രമൊഴിക്കുക, അതൊക്കെ നബിതങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. കാരണം അവിടെയൊക്കെ ചിലപ്പോൾ ചില ജീവികൾ, ബലഹീനമായ ജീവികളുണ്ടാവും, അത് അവരെ പ്രയാസപ്പെടുത്തലാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ അക്രമകാരികളായ ജീവികളുണ്ടാവും, അത് ഇവനെ ഈ മൂത്രമൊഴിക്കുന്ന ആളെ ഇവൻ പ്രയാസപ്പെടുന്ന രൂപത്തിലേക്കും എത്താം. അപ്പം അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. വഖലീലിൻ, കുറഞ്ഞ വെള്ളത്തിലും, ജാരിൻ ഒഴുകുന്ന കുറഞ്ഞ വെള്ളത്തിലും ചെയ്യാൻ പാടില്ല, മൂത്രിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മഹബിരിഹിൻ, കാറ്റടിച്ച് വീശുന്ന, ജുഹരിൻ, മാളത്തിലും പറ്റൂല കേട്ടോ. അത് മാളം, ജുഹർ എന്ന് പറഞ്ഞാൽ മാളം, മാളത്തിലും മൂത്രിക്കരുത്. മഹബിരിഹിൻ, കാറ്റടിച്ച് വീശുന്ന സ്ഥലത്തും. കാറ്റ്, നല്ല ശക്തമായ കാറ്റ് ഉണ്ട്, അപ്പം അവിടെ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ ദേഹത്തേക്ക് തെറിക്കുകയും മറ്റുമൊക്കെ ചെയ്യും. അപ്പം ആ സമയത്തും അവിടെയും മൂത്രമൊഴിക്കരുത്. അതുപോലെ ദില്ലിൻ, തണലിൽ, മഖ്സൂദിൻ, ലക്ഷ്യം വെക്കുന്ന തണൽ. ആളുകളൊക്കെ ഒരുമിച്ച് കൂടി ആ മരത്തിന്റെ ചുവട്ടിലൊക്കെ വന്നിരിക്കും, തണൽ കൊള്ളാൻ വേണ്ടി ഇരിക്കും, സംസാരിക്കാനൊക്കെ ഇരിക്കും. ആ സ്ഥലങ്ങളിലും അവിടെയും പോയിട്ട് മൂത്രിക്കലും കാഷ്ടിക്കലും ചെയ്യരുത്. സംസാരിക്കാനോ അല്ലെങ്കിൽ ജോലി ആവശ്യങ്ങൾക്കോ മറ്റൊക്കെ ജനങ്ങൾ വന്നിരിക്കുന്ന സ്ഥലത്തും ചെയ്യരുത്. ദില്ല്, തണല്, മഖ്സൂദിൻ, ലക്ഷ്യം വെക്കുന്ന തണല്, ആളുകൾ ഇങ്ങനെ വന്നുകൂടി ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഒരു സ്ഥലം. ത്വരീഖിൻ, വഴിയിൽ, ജനങ്ങൾ നടക്കുന്ന വഴിയിൽ മൂത്രിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്യാം. അതിന് ആരും വരാത്ത സ്ഥലമാണ്, എപ്പോഴെങ്കിലൊക്കെ സഞ്ചരിക്കലുള്ളൂ, എന്നാലും പറ്റൂല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് രണ്ട് ശാപം കിട്ടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് പറഞ്ഞത് ഈ വഴിയിൽ മറക്കിരിക്കുക, അങ്ങനെയുള്ള ആളുകളും, അതുപോലെ തണലിൽ, രണ്ടാമത്തെ ആള് ഈ തണലിൽ മറക്കിരിക്കുക, ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്ന തണലുള്ള സ്ഥലത്ത് പോയിട്ട് കാര്യം സാധിക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത്. അതുപോലെ തഹ്ത ഷജറത്തിൻ മുസ്മിറത്തിൻ, എവിടെ സഖബിൻ അല്ലേ, സഖബ് എന്ന് പറഞ്ഞാൽ ദ്വാരത്തിലും ചെയ്യരുത്. അതായത് ജുഹർ പറഞ്ഞ മാളം, ജുഹർ മാളം, സഖബ് എന്ന് പറഞ്ഞാൽ ഓട്ട, മാളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വല്ല ജന്തുക്കളും ഇഴജന്തുക്കളൊക്കെ ഉള്ള കുറച്ചൊക്കെ വലുതായിരിക്കും. ഇത് ഒന്നുകൂടി ചെറുത്. പിന്നെ വേറെയുണ്ട്, വിള്ളലുള്ള സ്ഥലത്തൊന്നും ഉണ്ട് കേട്ടോ, അതിൻ്റെ പദം ഇവിടെ പറഞ്ഞിട്ടില്ല. ഈ ഷറഹിൽ ഈ സഖബ് എന്ന് അവിടെ അല്ല, ജുഹർ എന്ന് മാത്രമേ ഉള്ളൂ. ജുഹരിൻ വ മഹബിരീഹിൻ. ഈ ഷറഹും ഞാൻ നിങ്ങളുടെ ഇതിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കിതാബും നിങ്ങളുടെ റിസോഴ്സിലിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. വലാഫി വില്ലിൻ മഖ്സൂദിൻ വില്ലിൻ മഖ്സൂദിൻ വ ത്വരീഖിൻ വ തഹ്ത ഷജറത്തിൻ മുസ്മിറത്തിൻ. തഹ്ത ഷജറത്തിൻ, മരത്തിന് ചുവട്ടിലും, മുസ്മിറത്തിൻ, പഴം കായ്ക്കുന്ന മരത്തിന് ചുവട്ടിലും ചെയ്യരുത്. അത് ഒരു ജനങ്ങൾക്കൊരു വെറുപ്പുണ്ടാക്കുമല്ലോ, എൻ്റെ ചുവട്ടിലാണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ പഴം ഭക്ഷിക്കുമ്പോൾ ഒരു വേറൊരു മനസ്സിനൊരു അസ്വസ്ഥത ഉണ്ടാക്കുമല്ലോ എന്നാണ് അതിന് കാരണം പറയുന്നത്. അതിന് പഴം കായ്ക്കാത്ത സമയത്താണെങ്കിലും ശരി,
അത് പ്രത്യേക സീസണിൽ കായ്ക്കുന്ന പഴമാണ്. ഇപ്പോൾ ഇവൻ കാര്യം സാധിക്കുന്ന സമയത്ത് അത് എന്തില്ല, പഴം കായ്ക്കുന്ന സമയമൊന്നുമല്ല, എന്നാലും ശരി പറ്റൂല. പിന്നെ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ ഹഫീസ്, സാഹിദ്, അൻഷാദ്, ബാത്റൂമിൽ പാലിക്കേണ്ട മര്യാദകളാണ് നമ്മൾ പറയുന്നത്. അപ്പം അതിൽ ഓരോ സ്ഥലത്തെ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. വലായത്തക്കല്ലമു, സംസാരിക്കരുത്. സംസാരിക്കരുത്, അനാവശ്യമായി ഇങ്ങനെ സംസാരിക്കുക, അത് ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് സലാം പറഞ്ഞു. നബി തങ്ങൾ സലാം അടക്കിയില്ല. അപ്പം ചില സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവും, ഭയങ്കര പ്രയാസം ഉണ്ടാവും. ഉദാഹരണം പറയാം, ഒരാൾ അപകടത്തിൽ പോയി വീഴുന്നത് ഇവൻ കാണുകയാണ്, ലൈവായിട്ട് ഇങ്ങനെ കാണുക, ഇവൻ ബാത്റൂമിലുള്ളത്. അപ്പോൾ അവൻ എന്ത് ചെയ്യാൻ പറയാം, ഒരാൾ കിണറ്റിലോ അല്ലെങ്കിൽ ഒരു കുഴിയിലോ ചാടുന്ന രൂപമാണുള്ളത്, എന്നാൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും, അത് വിളിച്ചു പറയാൻ പറ്റും. അവിടെ വഴി, അവിടെ കുഴിയുണ്ട് കേട്ടോ, അവിടെ വെള്ളം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് വിളിച്ച് പറയാൻ പറ്റും, ഉണർത്താൻ പറ്റും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അതുപോലെ വയസ്തബരിഉ മിനൽ ബൗലി, മൂത്രം എന്ത് ചെയ്യണം, പൂർണ്ണമായും ഒഴിവാക്കുക. അതും സുന്നത്താണ്. മൂത്രത്തെ പൂർണ്ണമായും ഒഴിവാക്കുക. അത് ചിലപ്പോൾ ഒന്ന് ശബ്ദം അനക്കിയിട്ടാവാം, ഒന്ന് ശബ്ദം അനക്കാം, ചിലപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയോ പിന്നെ ഒന്ന് ഇരിക്കുകയോ ആവാം, അല്ലെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് തള്ളവിരലുകൊണ്ടും ചൂണ്ടുവിരലുകൊണ്ടും ഒന്നിങ്ങനെ തടവിക്കൊണ്ടുമാവാം. മൂത്രം പൂർണ്ണമായിട്ടും എന്താവണം, ഒഴിഞ്ഞു പോവുക. അതും സുന്നത്താണ്. ഒഴിഞ്ഞു പോകുന്ന അവസ്ഥയിലാക്കലും സുന്നത്താണ്. ഇസ്തിബ്റാ ചെയ്യലും സുന്നത്താണ്. പൂർണ്ണമായും ഒഴിവാകലിനെ തേടുക. ക്ലിയർ അല്ലേ? മറ്റൊരാൾക്കൊരു അടങ്ങേറുണ്ട. ചിലർ ബാത്റൂമിലൊക്കെ ഉണ്ട് കയറിയാൽ ഭയങ്കര ശബ്ദം, ഒന്നും ചെയ്യരുത്. അപ്പോൾ എല്ലാവരുടെയും മൂത്രം ഒഴിവാക്കൽ നമുക്ക് സുന്നത്തില്ല. നമ്മുടെ മൂത്രം ഒഴിക്കുന്ന ഭാഗത്തും നമ്മുടെ മൂത്രം എന്താക്കിയാൽ മതി, ഒഴിവാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഒന്ന് മറ്റുള്ളവർക്കൊരു പ്രയാസം ഉണ്ടാക്കരുത്. നമ്മൾ ചെറിയ രൂപത്തിലൊക്കെ ചിലപ്പോൾ ഒന്ന് നമുക്ക് എഴുന്നേൽക്കണ മൂത്രം ഒഴിച്ചോ എഴുന്നേൽക്കുന്ന സമയത്ത് മൂത്രം ഒറ്റിയോ എന്നൊക്കെ ഒരു ചെറിയൊരു സംശയമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് പൂർണ്ണമായും നീങ്ങിപ്പോകാൻ സാധിക്കും. വയഖൂലു, അവൻ പറയണം, ഇദാ ദഖല, പ്രവേശിക്കുന്ന സമയത്ത്. അതായത് പ്രവേശിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി ഉദ്ദേശിക്കുന്ന സമയം, ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ പറയണം, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ്. ബിസ്മില്ലാഹ്, ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്നാണ് പറയേണ്ടത് കേട്ടോ. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയേണ്ട, ബിസ്മില്ലാഹി എന്ന് പറയലേ സുന്നത്തുള്ളൂ. കാരണം അവിടെ ദിക്റിൻ്റെ സ്ഥലമല്ല. അപ്പോൾ അതിൽ ഹദീസിലും മറ്റും പഠിപ്പിച്ചെന്ന് മാത്രം പറഞ്ഞാൽ മതി, നമുക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. ബിസ്മില്ലാഹി അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് സംരക്ഷണം തേടുന്നു, കാവൽ ചോദിക്കുന്നു, മിനൽ ഖുബൂസി, ആൺപിശാചുക്കളിൽ നിന്നും, വൽ ഖബായിസി, പെൺപിശാചുക്കളിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ്. വഇദാ ഖറജ, അവൻ പുറത്തു വരുന്ന സമയത്ത് അവൻ പറയണം,
ഗുഫ്റാനക, നിന്നോട് പൊറുക്കലിനെ തേടുന്നു. ഗുഫ്റാനക എന്ന് പറഞ്ഞാൽ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. എന്താ പൊറുക്കലിനെ തേടുന്നു? ഇവിടെ നമ്മുടെ മുഴുവൻ സമയവും അള്ളാഹുവിനിക്ക് ദിക്ർ ചൊല്ലാനും അള്ളാഹുവിൻ്റെ ചിന്തയിലാവാനും ഒക്കെ ആണ് നമുക്ക് മുഴുവൻ സമയവും ചെലവഴിക്കേണ്ടത്. ഈ ബാത്റൂമിൽ ഇരിക്കുന്ന ഇത്രയും സമയം ആ ദിക്ർ നാവ് കൊണ്ട് ചൊല്ലാനോ കൂടുതൽ ആലോചിച്ച് ആസ്വദിച്ച് ചൊല്ലുന്നതിനോ മറ്റോ നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് നഷ്ടപ്പെട്ടല്ലോ, ദിക്ർ ചൊല്ലാനും ഇതിനൊക്കെയുള്ള സമയം നഷ്ടപ്പെട്ടല്ലോ, അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണമേ അല്ലാ എന്നവിടെ പറയാം. അല്ലാതെ ബാത്റൂമിൽ പോകുന്നത് തെറ്റുള്ള കാര്യമല്ല, തെറ്റല്ല. ഇത്രയും സമയം എനിക്ക് ദിക്ർ ചൊല്ലാനും മറ്റ് ഇതിനേക്കാൾ പുണ്യകരമായ മറ്റ് കാര്യങ്ങൾ ചെയ്യാനുമുള്ളൊരു അവസരം ഉണ്ടായില്ലല്ലോ, അതുകൊണ്ട് നീ പുറത്തു തരാം. അൽഹംദുലില്ലാഹി, എല്ലാ സ്തുതിയും ലില്ലാഹി അല്ലാഹുവിനിക്കാണ്. അല്ലദീ അദ്ഹബ അന്നി, എന്നെ തൊട്ട് നീക്കിക്കളഞ്ഞു, അൽ അദാ, പ്രയാസത്തിനെ നീക്കിത്തന്നു, ബുദ്ധിമുട്ടിനെ നീക്കിത്തന്നു, വആഫാനി, എനിക്ക് ആരോഗ്യവും ചെയ്തു തന്നു. അത് എനിക്ക് ആരോഗ്യവും ചെയ്തു തന്നു. നമുക്ക് ഭക്ഷണം തന്നു, ആ ഭക്ഷണം ദഹിപ്പിച്ചു, ആ ദഹിപ്പിച്ച ഭക്ഷണം വളരെ എളുപ്പത്തിൽ തന്നെ പുറത്തേക്ക് പോകാനുമുള്ള ഒരു സൗകര്യം തന്നു. എന്നാൽ ഈ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. കഴിച്ച ഭക്ഷണം തന്നെ ദഹിപ്പിക്കാൻ കഴിയാത്തവരുണ്ട്. ദഹിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്ന ആളുകളുണ്ട്. ഇനി ദഹിച്ചാൽ തന്നെ പുറത്തേക്ക് വരാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതൊന്നുമില്ലാതെ എല്ലാം നമുക്ക് എളുപ്പമാക്കി തന്ന അള്ളാഹുവിന് സർവ സ്തുതി. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, ജസ്റ്റ് ഒന്ന് നോക്കി. എവിടെയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയും. എവിടെയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും പദങ്ങൾ കിട്ടാത്തുണ്ടെങ്കിൽ പറയും. ഏത് മഹബിരീഹി എന്നുള്ളതാ? കാറ്റടിച്ച് വീശുന്ന സ്ഥലം. കാറ്റിന് രീഹ എന്ന് പറയാം. രീഹൻ അതും പറയും, അതിനും പറയും. ഇവിടെ ഉദ്ദേശം അതിനും രീഹ് എന്ന് പറയും, റായിഹത്ത് എന്ന് പറയും. വാസനക്ക് രീഹ് എന്ന് തന്നെ പറയും, റായിഹത്ത് എന്നും പറയും. കാറ്റിലൂടെയാണല്ലോ നമ്മൾ വാസന മനസ്സിലാക്കാറ്. ഫലം കായ്ക്കുന്ന മരത്തിൻ്റെ ചുവട്ടിലും മുദ്രിക്കരുത്. ഓക്കെ, സുബൈർക്ക് ഒന്ന് വായിച്ചിട്ടൊന്നും അർത്ഥം പറഞ്ഞാൽ നോക്കട്ടെ. ആദ്യം മുതൽ കുറച്ച് ഉപയോഗിക്കാൻ കഴിയില്ല. വായിക്കാൻ പഠിക്കണം. നമുക്ക് വായിക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കണം. ആരാ വായിക്കുന്നത്? നമ്മുടെ ബഷീർക്ക് വായിക്കും.
എന്നിട്ട് ഷഫീഖ അർത്ഥം പറയും. ബഷീർക്ക വായിക്കും. ആ ഷഫീഖ പറ. ഷഫീഖ ഇവിടെ ആളുകൾ പോയാ? ഷഫീഖ് പോയോ? ഹഫീസ് പറ. യുഖദ്ദിമു ദാഖിലുൽ ഖലാഇ യസാറഹു. അർത്ഥം പറയാം. എന്താ പറയാത്ത സാഹിദ്? അർത്ഥം പറയും. ആ ഹഫീസ് പറ, എന്താ പറ. കേൾക്കുന്നില്ലല്ലോ നിങ്ങൾ പറയുന്നത്. ഹഫീസ്. യുഖദ്ദിമു ദാഖിലുൽ ഖലാഇ യസാറഹു, എന്താ അതിന്റെ അർത്ഥം? പ്രവേശിക്കുമ്പോൾ ആ പ്രവേശിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും. യുഖദ്ദിമു അതിന്റെ അർത്ഥം പറ. ഞാനൊന്ന് പറയാം. യുഖദ്ദിമു എന്ന് പറഞ്ഞാൽ മുന്തിക്കണം. ആ അപ്പൊ ബാക്കി പറഞ്ഞോ. ദാഖിലുൽ ഖലാഇ. ദാഖിലുൽ ഖലാ എന്ന് പറഞ്ഞു. അങ്ങനെയല്ലല്ലോ പറഞ്ഞു നമ്മള്. ദാഖിലുൽ ഖലാഇ, ബാത്റൂമിൽ പ്രവേശിക്കുന്നവൻ മുന്തിക്കണം. എന്തിനെ മുന്തിക്കണം? യസാറഹു, വലതുകാലിനെ മുന്തിക്കണം. വലതുകാല ബാത്റൂമിൽ പോകുമ്പോ വെക്കണ്ടേ? ആ അപ്പൊ ബാത്റൂമിൽ പ്രവേശിക്കുന്നവൻ ഇടത്തേതിനെ മുന്തിക്കണം. പിന്നെ ബാക്കി ഇദാ ഖറജ, അവൻ പുറത്തു വന്നാൽ യുഖദ്ദിമു. നേരത്തെ പറഞ്ഞ യുഖദ്ദിമു അതേ അർത്ഥം തന്നെ. അവൻ മുന്തിക്കണം. എന്തിനെ? യമീനഹു, വലത് കാലിന്. അപ്പൊ യസാർ എന്ന് പറഞ്ഞ ഇടത്, യമീൻ എന്ന് പറഞ്ഞ വലത്, അല്ലേ? ഓക്കെ, ഇങ്ങനെ അർത്ഥം വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, മറന്നു പോകും. വളരെ സിമ്പിൾ ആയിട്ടുള്ള അറബിയാണല്ലോ. മൈക്ക് ഓഫ്. അപ്പോ ഇതേപോലെ വെക്കണം. സാഹിദ് പറ. വലാ യഹ്മിലു ദിക്റല്ലാഹി വസ്മ റസൂലിഹി വനഹ്വഹു വൽ ഖുർആന. സാഹിദ്.
സാഹിദ് പോയോ? സുബൈർക്ക ഒന്ന് പറഞ്ഞു നോക്കി. വലാ യഹ്മിലു ദിക്റല്ലാഹി, എൻ്റെ ആശയം പറയും. ആ അയ്വ, അവൻ ചുമക്കരുത്. എന്തിനെ? ദിക്റല്ലാഹി. അയ്വ. പിന്നെ വസ്മ റസൂലിഹി. ആ ഓക്കെ. വനഹ്വഹു, അതുപോലത്തത്. നെഹ്വഹു എന്ന് പറഞ്ഞാൽ അതുപോലത്തത്. പിന്നെ വൽ ഖുർആന, ഖുർആനിനെയും. ഖുർആനിനെയും ദിക്റിനെയും റസൂലിന്റെ പേരിനെയും ഒന്നും എന്താകരുത്, അവൻ ചുമക്കരുത്. ഓക്കെ. വയുഗത്തി റഅ്സഹു, ആ യുഗത്തി റഅ്സുൻ. റഅ്സ് എന്താ? റഅ്സ് തല. അപ്പൊ യുഗത്തി റഅ്സഹു, ആ തലയെ മൂടണം, മറക്കണം. ആ പിന്നെ ബഷീർക്ക പറയട്ടെ ബാക്കി. വയബുഴുതു, ബഷീർക്ക. ആ ദൂരെ പോണം. പിന്നെ വയസ്തത്തിറു, മറഞ്ഞിരിക്കണം അവൻ, മറയിൽ ഇരിക്കണം. പിന്നെ അല്ലല്ല, വലായബുലവുൻ മൂത്രിക്കരുത് ഫി മാ ഇൻ റാക്കിദിൻ, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ. കുറഞ്ഞ വെള്ളം കലിയിൽ. റാക്കിദ് എന്ന് പറഞ്ഞാൽ കെട്ടി നിൽക്കുന്ന വെള്ളം. ആ ഖലീലിൻ ജാരിൻ, ഒഴുകുന്ന കുറഞ്ഞ വെള്ളത്തിലും. ജാരിൻ എന്ന് പറഞ്ഞാൽ ഒഴുകുന്നത്. ഒഴുകുന്ന കുറഞ്ഞ വെള്ളത്തിലും എന്താവരുത്, അവൻ മൂത്രിക്കരുത്. പിന്നെ ആ മാളത്തിലും. ആ ആ ആ ആ കാറ്റ് അടിച്ചു വീശുന്ന സ്ഥലത്തും. ആ ആ ആ ഉദ്ദേശിക്കുന്ന ജനങ്ങളൊക്കെ ഉദ്ദേശിച്ചു വരുന്ന തണലിലും മൂത്രിക്കരുത്. പിന്നെ ഉം, ഉം, ദ്വാരത്തിൽ. ഉം, ഉം, ആ ഫലം കായ്ക്കുന്ന മരത്തിന്റെ ചുവട്ടിൽ. ആ വലായത്തക്കല്ലമു, അവൻ സംസാരിക്കരുത്. പിന്നെ ആ ആ മൂത്രത്തിൽ നിന്നും അവൻ പൂർണ്ണമായും ഒഴിവായവനാകണം. പിന്നെ വയക്കൂലു. ഉം, 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 ആ ആ ആ ഉം, ഉം. ഖുബുസും ഖബായിസും എന്താ അർത്ഥം? ആ ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചി. ആ ഓക്കെ, ഞാൻ നിന്നെ കാണും. ആ വൈദാ ഖറജ, ആ പുറത്തേക്ക് വരുമ്പോൾ. ആ ഉം, ആ എന്നും പറയണം. എന്തിനാണ് അവിടെ എന്തിനാ അവിടെ പൊറുക്കലിനെ ചോദിക്കുന്നത്? ആ അള്ളാഹുവിനേക്കുള്ള വിക്റുകളും മറ്റു കാര്യങ്ങൾക്കൊക്കെ മറഞ്ഞിരിക്കുന്ന, അതൊന്നും ചെല്ലാൻ പറ്റാത്തൊരു സമയമാണല്ലോ.
അതുകൊണ്ട് ഓക്കെ. ഇങ്ങനെ ഓരോരുത്തരും എന്ത് ചെയ്യണം, വായിച്ച് അർത്ഥം പറയണം. അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ. അദ്ഹബ എന്താ അർത്ഥം? നീക്കി. റഹബ പോയി, അദ്ഹബ പോക്കി. പോക്കി, അത് നീക്കി നിന്നു. പോക്കി. എന്നെ തൊട്ട് വിഷമത്തെയും എനിക്ക് വിഷമത്തെ നീക്കുകയും ആഫാനി എനിക്ക് ആരോഗ്യം നൽകുകയും ചെയ്ത അള്ളാഹുവിനിക്കാണ് സർവ സ്തുതിയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇവിടെ ഹഫീസ്, സുബൈർക്ക, ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇങ്ങനെ പറയണം. നമ്മൾ വായിക്കലും ഒക്കെ ഇതിൽ നിന്നും മനസ്സിലാക്കും. ഇനി അതിൻ്റെ ഒരു കുറച്ച് മര്യാദകൾ നമ്മളിപ്പോൾ കുറഞ്ഞതേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ഇതിന് കുറച്ച് കൂടുതൽ മര്യാദകൾ ഉണ്ട്. ഒന്ന്, ചെരുപ്പ് ധരിക്കുക. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഒന്നുകൂടി ഞാൻ പറയാം. തലമറക്കുക, നമ്മൾ പറഞ്ഞതാ. ഖുർആൻ വചനങ്ങളോ ഏതെങ്കിലും പ്രവാചകന്റെയോ മലക്കിന്റെയോ നാമങ്ങളോ അല്ലെങ്കിൽ ആദരിക്കപ്പെടേണ്ട മറ്റെന്തെങ്കിലുമോ രേഖപ്പെടുത്തിയ വസ്തുക്കൾ കൂടെ ഉണ്ടെങ്കിൽ അവ മാറ്റിവെക്കുക. നമ്മൾ പറഞ്ഞു. ശുദ്ധീകരണത്തിനുള്ള കല്ലുകൾ കരുതുകയും വെള്ളം തയ്യാറാക്കി വെക്കുകയും ചെയ്യുക. ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല. കല്ലുകൊണ്ടാണ് നമ്മൾ വൃത്തിയാക്കുന്നത് വെച്ചെങ്കിൽ കല്ല് കരുതണം. വെള്ളം ഒക്കെ ആദ്യമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി ഉറപ്പ് വരുത്തണം. അത് അവിടെ പോയിട്ട് പിന്നെ വെള്ളം ഇല്ലാതിന് മുമ്പ് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അത് തയ്യാറാക്കി വെക്കൽ സുന്നത്താണ്. ശുചിമുറിയിൽ പ്രവേശിക്കുമ്പോൾ ഇടതുകാൽ മുന്തിക്കുക നമ്മൾ പറഞ്ഞു. പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥന പറഞ്ഞു. മലമൂത്ര വിസർജനം നടത്തുന്ന ശബ്ദമോ അതിൻ്റെ ഗന്ധമോ മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കാൻ ആവശ്യത്തിന് ദൂരത്തേക്ക് മാറിപ്പോവുക നമ്മൾ പറഞ്ഞു. ആരും കാണാത്ത വിധം മറ സ്വീകരിക്കുക, ഇതും നമ്മൾ പറഞ്ഞു. യാതൊരു കാരണവുമില്ലാതെ നിന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്താതിരിക്കുക, ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് എക്സ്ട്രയാണ്. ഉയർന്ന ഒരു സ്ഥലത്ത് ഇരിക്കുക. താഴ്ന്ന സ്ഥലത്തിരിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ദേഹത്തേക്ക് തന്നെ തെറിച്ചു വരാൻ സാധ്യതയുണ്ട്. ഭൂമിയോട് അടുക്കുന്നത് വരെ വസ്ത്രം ഉയർത്താതിരിക്കുക. അതിന് തന്നെ ഇരിക്കുന്ന സമയത്ത് ഡ്രസ്സൊക്കെ മാറ്റി ഇട്ടല്ല വേണ്ട. നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓരോ ഭൂമിയിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പൊക്കിക്കൊണ്ടിട്ടാണ് വേണ്ടത് വസ്ത്രം. അപ്പോൾ അടുത്തിട്ട് എന്താ വസ്ത്രം ഒന്ന് മാറ്റാവൂ എന്നർത്ഥം. മലമൂത്ര വിസർജനം നടത്തുന്നത് കറാഹത്തായ സ്ഥലങ്ങളിൽ വെച്ചത് ചെയ്യാതിരിക്കുക പറയുന്നുണ്ട്. ആളുകൾ പോകുന്ന വഴിയിലോ ജനങ്ങൾ അടുത്തുള്ളപ്പോഴോ മറയില്ലാത്തപ്പോഴോ കിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കാതിരിക്കുക. മറയില്ലാതെ ബൈത്തുൽ മുഖദ്ദസിന് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കാതെ, ഇതൊന്നും പറഞ്ഞിട്ടില്ല. മറയില്ലാതെ സൂര്യനും ചന്ദ്രനും നേരെ മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കാതിരിക്കുക. ഇരിക്കുമ്പോൾ ഇടതുഭാഗത്തേക്ക് ചരിഞ്ഞ് ഭാരം കൊടുക്കുക. നമ്മുടെ സഞ്ചിയും ബാഗൊക്കെ എവിടെ ഉള്ളത്? ഇടതുഭാഗത്താണ്. അപ്പോൾ ഈ ഇടത് കാലിനോടും ഇടതു ഭാഗത്തോടും ചാരി ഇട്ടാണ് നമ്മൾ ഇരിക്കേണ്ടത്. ആവശ്യമില്ലാതെ സ്വന്തം ഗുഹ്യഭാഗത്തേക്കോ പുറത്തു വരുന്ന നജസിലേക്കോ നോക്കാതിരിക്കുക. കൈകൊണ്ട് വെറുതെ കളിക്കാതിരിക്കുക. പല്ലു തേക്കാതിരിക്കുക. മൂത്രമൊഴിക്കുന്നതിനിടയിൽ തുപ്പാതിരിക്കുക. തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതിരിക്കുക. അവിടെ ആവശ്യമില്ലാതെ കൂടുതൽ സമയം ഇരിക്കാതിരിക്കുക. നല്ല സ്ഥലം എന്നല്ലല്ലോ, ആൺപിശാചുക്കളും പെൺപിശാചുക്കളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥലമല്ലേ. അപ്പം അവിടെ എന്ത് ചെയ്യരുത്, കൂടുതൽ സമയം ചെലവഴിക്കരുത്. വേഗം കാര്യം കഴിഞ്ഞ് പോരുക. പിന്നെ മൂത്രത്തിൻ്റെ തുള്ളികൾ പൂർണ്ണമായും പുറത്തുപോയി എന്ന് ഉറപ്പുവരുത്തുക. എഴുന്നേറ്റു നിൽക്കുന്നതിന് മുമ്പായി വസ്ത്രം പടിപടിയായി താഴേക്ക് താഴ്ത്തി മറക്കുക. അങ്ങനത്തെ നീച്ചരുത്. ഡ്രസ് ഇങ്ങനെ താത്തിയിട്ട് വേണം നീച്ചാൻ. പുറത്തിറങ്ങുമ്പോൾ വലതുകാൽ മുന്തിക്കുക. പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ദുആ ചെയ്യുക. പിന്നെ കറാഹത്തായ സ്ഥലങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ. ഒഴുക്കില്ലാത്തതും കുറഞ്ഞതുമായ വെള്ളത്തിലും കുറഞ്ഞ അളവിലുള്ള ഒഴുകുന്ന വെള്ളത്തിലും.
ആളുകൾ ഇരുന്ന് സംസാരിക്കുന്ന ഇടങ്ങളിൽ പറഞ്ഞു. ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ, ഫലം തരുന്ന മരങ്ങളുടെ തണലിൽ ചുവട്ടി, ജീവികളുടെ മാളങ്ങളിലും പൊത്തുകളിലും, കട്ടിയുള്ള പ്രതലങ്ങൾ പറഞ്ഞിട്ടില്ല. കട്ടിയുള്ള പ്രതലങ്ങളിൽ മൂത്രമൊഴിച്ചാൽ എന്ത് ചെയ്യാൻ ഇങ്ങോട്ടനെ തീർക്കും. കാറ്റടിക്കുന്ന ദിശക്ക് അഭിമുഖമായി പറ്റില്ല. ആദരിക്കപ്പെടുന്ന കബറുകളുടെയും അരികിൽ ഔലിയാക്കൾ, ഉലമാക്കൾ, സുഹദാക്കൾ എന്നിവരുടെ കബറുകൾക്ക് സമീപം, അത് വളരെ കഠിനമായ കറാത്താണ്. വെള്ളം ഒഴിഞ്ഞു പോകാൻ മാർഗമില്ലാത്ത കുളിമുറികളിൽ, വെള്ളം ഒഴിഞ്ഞു പോകില്ല. ചിലപ്പോൾ ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഒഴിഞ്ഞു പോകാത്ത സ്ഥലമാണെങ്കിൽ അവിടെ ചെയ്യരുത്. പള്ളിയുടെ ചുമരുകളോട് ചേർന്ന്, പിന്നെ ഹറാമായ സ്ഥലങ്ങളുണ്ട്. ഭക്ഷ്യവസ്തുക്കളുടെ മുകളിലും എല്ലിന്മേലിലും ആദരിക്കപ്പെടേണ്ട വസ്തുക്കളുടെ മേലും ബഹുമാനിക്കപ്പെടുന്ന കബറിന്മേലും, മറ്റേത് കബറിന്റെ അടുത്താ പറഞ്ഞു, ഇവിടെ കബറിന്റെ മേല്. ഒരു പ്രവാചകന്റെ കബറിന് അടുത്തും അതും പറ്റില്ല. നബിയുടെ കബറാണെങ്കിൽ, ഏതെങ്കിലും നബിമാരുടെ കബറാണെങ്കിൽ അതിൻ്റെ അടുത്തും പറ്റും. പള്ളിക്കകത്തും മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള ഫലം തരുന്ന മരത്തിന്റെ ചുവട്ടിലും മലമൂത്ര വിസർജനം നടത്തുന്നത് ഹറാമാകുന്നു. ഇത്രയും ഇതൊന്ന് നിങ്ങൾ വായിച്ച് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോകണം. അപ്പോൾ നമ്മളൊരു ബാത്റൂമിൽ പ്രവേശിക്കുന്ന, അതിൽ പോകുന്ന മര്യാദകൾ തന്നെ ശരിക്കൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രതിഫലം നേടാനും സാധിക്കും. അപ്പോൾ ഇത് ഇത്രയേറെ പ്രധാനപ്പെട്ട പോയിന്റുകളും വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ മതത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണത്. എല്ലാ കാര്യങ്ങളിലും എന്താ പറയുക, ഉത്തമമായ ഉദാത്തമായ ഒരു മാതൃകയുണ്ട് എന്ന് സ്ഥാപിക്കുന്ന ഒരു ഏരിയയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞത് ബാത്റൂമിൽ പ്രവേശിക്കുന്നവൻ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ പ്രവേശിക്കുന്ന ആള് ഇടത് കാലിനെ മുന്തിക്കണം, പുറത്തു വരുന്ന സമയത്ത് വലത് കാലിനെ മുന്തിക്കണം. ദിക്റുകളോ നബിമാരുടെ അതുപോലെ മറ്റ് ആദരിക്കപ്പെടുന്ന നാമങ്ങളോ കൊണ്ടുപോകരുത്, ഖുർആൻ കൊണ്ടുപോകരുത്. തല മറക്കണം, വിദൂരത്താവണം, മറഞ്ഞിരിക്കണം, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രിക്കരുത്, കുറഞ്ഞ ഒഴുകുന്ന വെള്ളത്തിൽ മൂത്രിക്കരുത്, മാളത്തിൽ മൂത്രിക്കരുത്, കാറ്റടിച്ച് വീശുന്ന സ്ഥലത്ത് മൂത്രിക്കരുത്. അതുപോലെ തണലിൽ മൂത്രിക്കരുത്, വഴിയിൽ മൂത്രിക്കരുത്, പൊത്തിൽ മൂത്രിക്കരുത്, കായ്ക്കുന്ന മരത്തിന് ചുവട്ടിൽ, ഫലം കായ്ക്കുന്ന മരത്തിന് ചുവട്ടിൽ മൂത്രിക്കരുത്, സംസാരിക്കരുത്. പൂർണ്ണമായ മൂത്രം ഉറ്റിത്തീർന്നുവെന്ന് അവൻ ഉറപ്പാക്കണം. പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്ന് പറയണം. പുറത്തു വരുന്ന സമയത്ത് ഖുർആനക്കൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വഅഫാനി എന്ന് പറയണം. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് നമ്മൾ പാലിക്കണം. നമ്മൾ ബാത്റൂമിൽ പോകുമ്പോഴും മറ്റൊക്കെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം പോകാൻ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയും. ക്ലിയർ ആണ് അല്ലേ? പ്രശ്നമൊന്നുമില്ല. ഇല്ല, നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ അല്ലേ സുബൈർക്ക? പ്രശ്നമൊന്നുമില്ലല്ലോ? ആളുകളൊക്കെ ലെഫ്റ്റായി പോയല്ലോ, 3 പേര് മാത്രമായി പോയി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ
ما عملناه كلها يا رب العالمين. اللهم أثبنا بها وأوصل مثل ثوابها إلى حضرة الحبيب سيدنا محمد صلى الله عليه وسلم، إلى حضرات جميع أهل الخير كلهم أجمعين. اللهم بحقوقهم يسر عسيرنا وسهل أمورنا وقض حوائجنا واشفنا واشف جميع مرضانا وأبد ديوننا واغفر ذنوبنا وذنوب من ماتوا منا وارحمنا وإياهم يا رب العالمين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما ينفعنا يا إله العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا وارحمنا ولوالدينا ولأساتذتنا ولجميع المؤمنين وارحمنا وإياهم بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام.